ഹലോ RRB ALP 2024 നോട്ടിഫിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ ലൈവായി. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് RRB ALP ഏത് RRBയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഇത് ഒരു ക്വൈറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചില സോണുകളിൽ അപ്ലൈ ചെയ്യരുത്, അവിടെ എക്സാം എഴുതരുതെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ചിലയിടം കുറേയും കൂടെ സിമ്പിളാണ് അല്ലെങ്കിൽ കിട്ടാൻ എളുപ്പമാണ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഏത് സോൺ സെലക്ട് ചെയ്യണം, ഏത് സോൺ സെലക്ട് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അവസാനം, വീഡിയോയുടെ അവസാനം ഞാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള കുറച്ച് സോണുകൾ എൻ്റെ ഒരു നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് പറയുന്ന ഒരു സേഫ് സോണുകളും പറയാം. അതുപോലെ ഏറ്റവും സേഫ് അല്ലാത്ത, ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യരുതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് സോണുകളുടെ കാര്യങ്ങളും പറയാം. അപ്പോൾ RRB ALPയുടെ എക്സാംസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നന്നായിട്ട് അറിയാം. അപ്പോൾ മറ്റൊരു കൺഫ്യൂഷൻ ഒരുപാട് പേരും പറയുന്നത് വേക്കൻസിയെ പറ്റി തന്നെയാണ്. വേക്കൻസീസിനെ പറ്റി, വേക്കൻസിയുടെ നമ്പർ അറിയാം. കറൻ്റ്ലി 5696 വേക്കൻസിയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും വേക്കൻസീസ് വളരെ കുറവാണ്. ശരിയാണ്, ഇതിൻ്റെ വേക്കൻസീസ് ഇനി കൂടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി തന്നെ, വേക്കൻസീസിനെ പറ്റി തന്നെ കുറച്ച് ഇൻഫോർമേഷൻസ് ഉള്ള മറ്റൊരു വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു RRB ഈ വർഷത്തെ റിക്രൂട്ട്മെൻറ്റിൻ്റെ അപ്ലൈ ചെയ്യേണ്ട RRB ഏതാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് 2018 സമയത്ത് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരുന്ന വേക്കൻസീസിൻ്റെ എണ്ണമാണ് ഇവിടെ കാണുന്നത്. 27,795 വേക്കൻസീസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ 2018 ALPയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, ഇനിഷ്യലി വിളിച്ച സമയത്തുള്ള വേക്കൻസീസ് ഇത്രയും ഉണ്ടായിരുന്നില്ല. 17,000 അടുത്ത് വരുന്ന വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വേക്കൻസീസ് ഇൻക്രീസ് ചെയ്താണ് 27,000+ ആയിരുന്നത്. അപ്പോൾ അന്നും വേക്കൻസീസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ടെക്നീഷ്യൻ്റെ കാര്യമാണെങ്കിലും 36,000 ഇനിഷ്യലി വിളിച്ച സമയത്ത്, നോട്ടിഫിക്കേഷൻ സമയത്ത് 8,000 അടുത്തുള്ള വേക്കൻസീസ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നീടാണ് വേക്കൻസീസ് കുത്തനെ കൂടി ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ആയത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ ഇനിയും വേക്കൻസീസിൻ്റെ നമ്പർ കൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിന് വേക്കൻസീസ് കൂടാൻ വേണ്ടി ഒരുപാട് പ്രതിഷേധങ്ങളും എംപ്ലോയീസ് യൂണിയൻ തന്നെ ഒരുപാട് ലെറ്റേഴ്സൊക്കെ സെൻട്രൽ റെയിൽവേസിന് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഈ പറയുന്ന RRB ഏത് RRBയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ വേക്കൻസി 5676 വേക്കൻസിയാണ്. അപ്പോൾ ഒരുപക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2018, കഴിഞ്ഞ വർഷമല്ല ലാസ്റ്റ് തവണ വിളിച്ചപ്പോൾ നടന്ന ഏതെങ്കിലും ഒരു സോണിന് തന്നെ ഏകദേശം 3000-4000 വേക്കൻസീസ് ഉള്ള സോൺസ് ഉണ്ടായിരുന്നു. 3000-4000 ഒക്കെ വേക്കൻസി ഉള്ള ഒരു സോൺ ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് അത്രയും നമ്പർ ഓഫ് വേക്കൻസീസ്. ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസിയാണ് 5696. അപ്പോൾ ഏത് സോണിൽ നമ്മൾ അപ്ലൈ ചെയ്യണം? ഈ ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയണമെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളെ ആദ്യം മനസ്സിലാക്കി തരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ട് മാത്രമേ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എന്ന ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഫൈനലി ഡിസൈഡ് ചെയ്യാം ഏത് സോണിലാണ് അപ്ലൈ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിനെ പറ്റി പറഞ്ഞോട്ടെ. ദിശ അക്കാഡമിയുടെ റെയിൽവേ ALP എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ALP മാത്രമല്ല ഇനി വരാൻ പോകുന്ന RPF ആണെങ്കിലും NTPC ആണെങ്കിലും ഈ പരീക്ഷകൾക്കെല്ലാം പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അത് മൊബൈലിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ആയിട്ട് dishaonline.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിൽ നിങ്ങളിപ്പം സപ്പോസ് റെയിൽവേയുടെ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംഗിൾ കോഴ്സ് അല്ല കിട്ടുന്നത്. ഇപ്പം റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആവും. റെയിൽവേയുടെ വന്ദേ ഭാരത് ബാച്ച് എന്ന് പറഞ്ഞ അടുത്തൊരു ബാച്ച് ഉണ്ട്. ഇനിയും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന റെയിൽവേയുടെ ALP ബാച്ച്. ഇങ്ങനെ 3 ബാച്ചുകളായിരിക്കും ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു 1 ഇയർ ഡ്യൂറേഷനിൽ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സസ് അവൈലബിൾ ആക്കുന്നത്. അതുകൊണ്ട് പല കോഴ്സുകൾ എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റെയിൽവേയുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ റെയിൽവേയുടെ എല്ലാ എക്സാംസിൻ്റെയും നോൺ ടെക്നിക്കലായിട്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഒരു സബ്സ്ക്രിപ്ഷനാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ റെയിൽവേയുടെ ALPയുടെ പുതിയ ബാച്ച് ഓൺലൈനായിട്ട് നമുക്ക് ഫെബ്രുവരി 1st വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ പോലും ആ ഒരു ബാച്ചിലേക്കുള്ള ആക്സസ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ മാത്രമല്ല, ഓൺലൈൻ കോഴ്സുകളല്ലാതെ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ 3 ബ്രാഞ്ചുകളിൽ ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയിലും കാലിക്കറ്റിലും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസം തന്നെ ജനുവരി 29 ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കൊട്ടാരക്കര ബ്രാഞ്ചിൽ ഫെബ്രുവരി 5 കോഴിക്കോട് ബ്രാഞ്ചിൽ ഫെബ്രുവരി 7 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഓഫ്ലൈൻ കോച്ചിങ്ങുമായിട്ട്
ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് RRBയിൽ അപ്ലൈ ചെയ്താൽ കട്ട് ഓഫ് കുറവായിരിക്കും. അതാണല്ലോ ഏറ്റവും എളുപ്പം. കട്ട് ഓഫ് കുറവാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് അല്ലേ, പെട്ടെന്ന് ജോലി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മാർക്കിൽ അല്പം കുറഞ്ഞു പോയാൽ പോലും നമുക്ക് കിട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് കുറവാകുന്ന സോൺസ് ഏതാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു സംശയം. അപ്പോൾ നോർമലി എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേക്കൻസീസ് വളരെ കൂടിയ സോൺ ഏതാണ്, ആ സോൺ നോക്കിയിട്ട് ആ സോണിലായിരിക്കും നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ, കട്ട് ഓഫ് അവിടെ ആയിരിക്കും കുറവ്. അപ്പോൾ ഇത് ക്ലിയർലി അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല. ആ ഒരു സിംഗിൾ ഫാക്ടർ മാത്രമല്ല ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കുറേ ഫാക്ടേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടേബിളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ കട്ട് ഓഫ് റാങ്ക് എന്ന് പറഞ്ഞാണ് ഈ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് കട്ട് ഓഫ് റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ള സോണിനാണ് റാങ്ക് 1 കൊടുത്തിരിക്കുന്നത്. കട്ട് ഓഫ് ഏറ്റവും കൂടുതലുള്ള സോൺ റാങ്ക് 1, കട്ട് ഓഫ് ഏറ്റവും സെക്കൻഡ് കട്ട് ഓഫ് വരുന്നത് റാങ്ക് 2. അങ്ങനെ ഒരു ഓർഡറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 8 RRBസിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കട്ട് ഓഫ് ഉള്ള, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ള ആദ്യത്തെ ഒരു 8 RRBസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ ടോപ്പ് ഏതാണ്. ട്രിവാൻഡ്രം സോണാണ് അല്ലേ. ട്രിവാൻഡ്രം സോണാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ലാസ്റ്റ് RRB ALPയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉണ്ടായിരുന്ന സോണ് ട്രിവാൻഡ്രം സോണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ട്രിവാൻഡ്രം സോൺ നോർമലി കോമ്പറ്റീഷൻ വളരെ കൂടിയൊരു സോണാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കാണും. പിന്നെ വേക്കൻസി റാങ്ക് എന്ന് പറയുന്നത് വേക്കൻസിയുടെ ഓർഡറിലാണ്. അതായത് 21ാമത്തെ ഏറ്റവും വേക്കൻസി കുറഞ്ഞ സോണും ട്രിവാൻഡ്രം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കരുതും അപ്പോൾ വേക്കൻസി കുറവുള്ള സ്ഥലത്തായിരിക്കും കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ അല്ലേ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെയല്ല. ബാക്കിയുള്ള സോൺസും കൂടെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയേ. വേക്കൻസി ഏറ്റവും കുറവായിരുന്നു, 21ാമത്തെ വേക്കൻസി റാങ്ക് ആയിരുന്നു. അതായത് ഏറ്റവും വേക്കൻസി കുറവായിരുന്നു, ഏറ്റവും കട്ട് ഓഫ് കൂടുതലുമായിരുന്നു. 69 സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്. CBT 2ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 69 അടുത്ത് വരുന്ന മാർക്കായിരുന്നു. ഔട്ട് ഓഫ് 100 പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 100 69 അടുത്ത് വരുന്ന മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ആയിരുന്നു ഹയസ്റ്റ് കട്ട് ഓഫ് ആ ഒരു സമയത്ത്. അപ്പോൾ രണ്ടാമത്തെ സോൺ നമുക്ക് നോക്കാം. കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് രണ്ടാമത്തെയാണ് അജ്മീറാണ്. അജ്മീർ ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു RRB ആണ്. ഒരുപാട് പേര് എക്സാം എഴുതുന്ന ആപ്ലിക്കൻസ് വളരെ കൂടുതൽ ഉണ്ടാവാറുള്ള ഒരു RRB ആണ് അജ്മീർ. അജ്മീറിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ആയിരുന്നെങ്കിലും അവിടുത്തെ വേക്കൻസി റാങ്ക് നോക്കുമ്പോൾ അത് 12 ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേക്കൻസീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒരു സോണിൽ, വേക്കൻസീസിൻ്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അവിടുത്തെ കട്ട് ഓഫ് വരുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം വേക്കൻസീസ് കൂടുതൽ വരുമ്പോൾ പലരും ഒരുപാട് നമ്പർ ഓഫ് പീപ്പിൾ അവിടെ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പേര് അവിടെ അപ്ലൈ ചെയ്ത് കൂടുതൽ പേര് അവിടെ തന്നെ എക്സാം എഴുതാം. അപ്പോൾ അവിടെ വീണ്ടും കട്ട് ഓഫ് മുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ തന്നെയാണ്. പിന്നെ ചിലർ പ്രിഫർ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്, കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ചില സോണുകളുണ്ട്. ഈ സോണിൽ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ച് ആ സോണിൽ കൂടുതൽ പേര് പോകും. പിന്നെ ചില സോണുകൾ ആളുകൾ പ്രിഫർ ചെയ്യില്ല. അതായത് റിമോട്ടായിട്ടുള്ള ചില ലൊക്കേഷൻസ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വരുന്ന കുറച്ച് സോണുകൾ ആളുകൾ പ്രിഫർ ചെയ്യില്ല. ഈ 3 ഫാക്ടേഴ്സാണ് നോർമലി RRBയിൽ കട്ട് ഓഫിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ റാങ്ക് ഒന്ന് ശ്രദ്ധിച്ചു. ഇനി തേർഡ് കട്ട് ഓഫ്, അതായത് തേർഡ് മോസ്റ്റ് കട്ട് ഓഫ് ഉള്ളത് ഭോപ്പാലിലായിരുന്നു. അവിടുത്തെ വേക്കൻസി റാങ്ക് നോക്കിയാൽ 11 ആയിരുന്നു. ഔട്ട് ഓഫ് 21 11 ആയിരുന്നു അവിടുത്തെ വേക്കൻസി റാങ്ക് എന്ന് പറയുന്നത്. അതായത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്, 11ാമത്തെ പൊസിഷനെ വേക്കൻസിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതിനെ റാങ്ക് 1 ആയിട്ടാണ് ഈ ടേബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെക്കന്ദരാബാദ് നമ്മൾ ശ്രദ്ധിച്ചേ, ഇതാണ് അടുത്തൊരു കാര്യം. സെക്കന്ദരാബാദിൽ ഹൈ കട്ട് ഓഫ് ആയിരുന്നു അല്ലേ. 4ാമത്തെ റാങ്കാണ് കട്ട് ഓഫിൽ വരുന്നത്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സെക്കൻഡ് മോസ്റ്റ് RRB ആയിരുന്നു സെക്കന്ദരാബാദ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. വേക്കൻസി കൂടുതലായിരുന്നു, വേക്കൻസി റാങ്കിൽ സെക്കൻഡ് പൊസിഷൻ ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ കട്ട് ഓഫ് വന്നപ്പോൾ കട്ട് ഓഫും വളരെ കൂടുതലായിരുന്നു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് വേക്കൻസി കൂടുതലായതുകൊണ്ട് കട്ട് ഓഫ് കുറയും എന്ന ഒരു ഫാക്ടർ മാത്രമല്ല വരുന്നത്. പല പല ഫാക്ടേഴ്സിൻ്റെ മിക്സ്ചറാണ്. പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇതിനകത്ത് നോർമലി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഗസ് ചെയ്ത് എക്സ്പെക്റ്റഡ് ആയിട്ട് സേഫ് ആവാൻ സാധ്യതയുള്ള ചില സോണുകളും അതുപോലെ സേഫ് അല്ലാത്ത ചില സോണുകളും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ ഇതിലായിരിക്കും ഏറ്റവും കട്ട് ഓഫ് കുറവെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനി അടുത്ത് നോക്കിയേ, റാങ്ക് 5 കട്ട് ഓഫ് 5ൽ വന്നത് അവിടുത്തെ വേക്കൻസി റാങ്ക് 14 ആയിരുന്നു. അതുപോലെ കട്ട് ഓഫ് റാങ്ക് 4 വന്ന സോൺ റാഞ്ചിയാണ്. റാഞ്ചിയിൽ വേക്കൻസിയുടെ എണ്ണത്തിൽ നോക്കിയാൽ 4th റാങ്ക് ആയിരുന്നു. അതുപോലെ 7ാമത്തെ കട്ട് ഓഫ് റാങ്ക് വന്നു, കട്ട് ഓഫ് പൊസിഷൻ 7th വന്നതിൻ്റെ വേക്കൻസി റാങ്ക് 10 ആയിരുന്നു. ലാസ്റ്റ് നോക്കി 8ാമത്തെ കട്ട് ഓഫിൻ്റെ എണ്ണം
കട്ട് ഓഫ് റാങ്ക് 8th വന്നതിൻ്റെ വേക്കൻസി റാങ്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്ന അലഹബാദിൽ കട്ട് ഓഫ് വളരെ കൂടുതലായിരുന്നു ലാസ്റ്റ് തവണ വെച്ച് കമ്പയർ ചെയ്താൽ. അപ്പോൾ ഈ ഒരു ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ പറയുന്ന കാര്യം വെച്ചുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണിൽ തന്നെ അപ്ലൈ ചെയ്യാം എന്ന് തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. ശരി, അതിൽ വലിയ പ്രോബ്ലം ഇല്ല, അതിലൊരു ലോജിക്ക് ശരിയുണ്ട്. ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്തെടുത്തിരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ സോണ് സെലക്ട് ചെയ്യാം, ഈ വർഷത്തെ 2024 ALPക്ക് ഏതൊക്കെ സോണ് സെലക്ട് ചെയ്യാം എന്നൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ഈ വർഷത്തെ 2024 ALPയുമായിട്ട് ബന്ധപ്പെട്ട ആ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും SSCയുടെ എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, എത്രയും പെട്ടെന്ന്. പക്ഷേ ഞാനിപ്പോൾ പറയാണ്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യരുത്, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. അതായത് അവസാനം വരെ പോകരുത്, ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയിക്കോട്ടെ, അതായത് ഫെബ്രുവരി 20th വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയിക്കോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ വേക്കൻസീസിൻ്റെ നമ്പർ ഇതിനിടയിൽ തന്നെ ഇൻക്രീസ് ചെയ്തതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഒരു പക്ഷേ വേക്കൻസീസിൻ്റെ നമ്പർ പുതിയ വേക്കൻസി അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ അപ്ലൈ ചെയ്തു പോയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീണ്ടും കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട്, എവിടെ അപ്ലൈ ചെയ്യണം, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവരോടാണ് പറയുന്നത്. എന്ന് വെച്ച് ഒരുപാട് ഡിലേ ആക്കരുത്. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ തന്നെ ഒരു ഫെബ്രുവരി 7th കൂടെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുവരെയുള്ള സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇനിയും 2024 ALP നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഞാൻ വേക്കൻസീസിൻ്റെ ഓർഡറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ എവിടെയാണ് നിങ്ങളെല്ലാവരും നോക്കി വെച്ച് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ബിലാസ്പൂർ ആണെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേര് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിലായാലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടായാലും നമ്മുടെ വാട്സപ്പ് വഴിയൊക്കെ വന്ന മെസ്സേജുകൾ എനിക്ക് ഫോർവേഡായിട്ട് വന്നപ്പോൾ അതിൽ നിന്നെല്ലാം കണ്ട എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബിലാസ്പൂർ അപ്ലൈ ചെയ്യാനാണ് എന്നും കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇത് ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നതാണ്. കാരണം അവിടെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ കൂടുതൽ വേക്കൻസിയാണ് അല്ലേ. സെക്കന്ദരാബാദാണ് സെക്കൻഡ് പൊസിഷനെങ്കിലും അതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 500-ന് മുകളിൽ ഡിഫറൻസ് തന്നെ ഉണ്ട്. വേക്കൻസീസിൻ്റെ നമ്പറിൽ 500-ന് മുകളിൽ ഡിഫറൻസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ബിലാസ്പൂരിൽ തന്നെയായിരിക്കും മെജോറിറ്റി ആൾക്കാരും അപ്ലൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല, നല്ല ഓപ്ഷനാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇത് ഒരു ഫാക്ടർ മാത്രമാണ്. വേക്കൻസി വളരെ കൂടുതലായതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കൻസ് വരാൻ സാധ്യതയുണ്ട്, ആപ്ലിക്കേഷൻ ഒരുപാട് വരാൻ സാധ്യതയുള്ളൊരു സോണാണ് ബിലാസ്പൂർ. ഈ ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട്. ഇനി രണ്ടാമത്തെ വേക്കൻസി പക്ഷേ ഒരുപാട് കൂടുതലാണ്, അതും ഒരു ഫാക്ടറാണ്. വേക്കൻസീസ് തമ്മിൽ കമ്പയറബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണോ എന്നും നമുക്ക് നോക്കണം. ഇത് ഒരുപാട് കൂടുതലാണ്, കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നല്ല വേക്കൻസി കൂടുതലാണ്, സെക്കൻഡ് പൊസിഷൻ ഉള്ളതും ഫസ്റ്റ് പൊസിഷൻ ഉള്ളതും. ഇനി രണ്ടാമത്തെ സോണ് സെക്കന്ദരാബാദാണ്, സെക്കൻഡ് മോസ്റ്റ് വേക്കൻസീസ്. 758 വേക്കൻസിയാണ്. അത്യാവശ്യം നല്ല വേക്കൻസീസ് എന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. സെക്കന്ദരാബാദ് നോർമലി കുറച്ച് കോമ്പറ്റീഷൻ വരുന്ന ഒരു സോൺ തന്നെയാണ്. ഇനി തേർഡ് നോക്കിയേ, തേർഡ് മുംബൈ 547 വേക്കൻസി ഉണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന ഒരു സോണാണ് മുംബൈ സോൺ എന്ന് പറയുന്നത്. മുംബൈ 547 വേക്കൻസി ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ബാംഗ്ലൂർ ഉണ്ട്. ഇത് നമ്മൾ പലരും നോക്കുന്നതായിരിക്കും. ബാംഗ്ലൂർ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്, 473 ഉണ്ട്. അതിന് തൊട്ട് താഴെ കൊൽക്കത്തയുണ്ട്, 345 ഉണ്ട്. അതിന് താഴെ പ്രയാഗ്രാജ് 286, ഭോപ്പാൽ 284, ഭുവനേശ്വർ 280, അഹമ്മദാബാദ് 238, അജ്മീർ 228, മാൽദ 217. ഇത്രയും വേക്കൻസീസ് ആണ്. 11 മാത്രമേ നോക്കിയുള്ളൂ. ബാക്കിയുള്ളതും കൂടെ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പറയാം. സേഫ് ആയിട്ടുള്ള സോൺ ഏതാണ്, അതുപോലെ സേഫ് അല്ലാത്ത സോൺ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. ഇനി 12ാമത്തെ നമ്പർ പൊസിഷൻ വരുന്നത് റാഞ്ചിയാണ്. റാഞ്ചിക്കാണ് 12th പൊസിഷൻ വരുന്നത്, 153 വേക്കൻസി. ചെന്നൈ 148. ഇതിന് താഴോട്ട് വരുന്നത് എല്ലാം 100-ൽ താഴെ മാത്രം വേക്കൻസി ഉള്ള സോണുകളാണ്. അതിൽ 100-ൽ താഴെ വേക്കൻസി ഉള്ളതിൽ ആദ്യം വരുന്നത് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം ഇപ്രാവശ്യം 14ാമത്തെ പൊസിഷനാണ് വേക്കൻസിയിൽ. ലാസ്റ്റ് വട്ടം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പൊസിഷൻ ആയിരുന്നു, ഏറ്റവും വേക്കൻസി കുറഞ്ഞ സോണായിരുന്നു ട്രിവാൻഡ്രം. ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി വേക്കൻസി കൂടുതലാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. കമ്പയർഡ് ആയിട്ട് വേക്കൻസി കൂടുതലാണ്. നോർമലി കോമ്പറ്റീഷൻ വളരെ കൂടിയ സോണാണ് ട്രിവാൻഡ്രം. പിന്നെ ഒരെണ്ണം സിൽഗുരി, തൊട്ട് താഴെ വരുന്നത് സിൽഗുരി 67 വേക്കൻസി ഉണ്ട്. ചണ്ഡീഗഡ് 66, ഗുവാഹത്തി 62, ഗോരഖ്പൂർ 43, ജമ്മു ശ്രീനഗർ 39, മുസാഫർപൂർ 38, പാറ്റ്ന ഏറ്റവും കുറവ് വേക്കൻസി 38 ടോട്ടൽ 5696. ഇതാണ് ടോട്ടൽ വേക്കൻസീസ്, ഓരോ സോണിലെയും വേക്കൻസീസ്. ഇത് ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേക്കൻസിയാണ്. ഒരുപക്ഷെ ഈ വേക്കൻസി നമ്പേഴ്സൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനിയും
ഒരു കാൽക്കുലേഷൻസ്, അതായത് ഞാൻ പറയുന്ന അതേ രീതിയിൽ ഈ RRBs തന്നെ വെച്ച് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളും കൂടെ നിങ്ങളുടെ ലോജിക്ക് കൂടെ ഉപയോഗിക്കുക. നിങ്ങളും കൂടെ ചിന്തിച്ച് നോക്കുക, ഈ ഫാക്ടേഴ്സ് കറക്റ്റ് ആണോ, ഇതിൽ ഏതാണ് കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലുള്ള സോൺസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എവിടെയാണ് കോമ്പറ്റീഷൻ കൂടുതലുള്ളത്, പ്രീവിയസ് അനാലിസിസ് വെച്ചിട്ടുള്ള കൂടുതൽ കട്ട് ഓഫ് വരുന്ന സോൺസും കൂടുതൽ വേക്കൻസീസ് വരുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അനാലിസിസിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഇനിയും പറയാൻ പോകുന്ന 5 ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് വേക്കൻസി കുറവ് വരാൻ സാധ്യതയുള്ള സോണുകളും വേക്കൻസി കൂടുതൽ വരാൻ സാധ്യതയുള്ള 5 സോൺസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ബ്ലൈൻഡായിട്ട് നിങ്ങളാരും ചെയ്യുമെന്ന് കരുതുന്നില്ല. നിങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് കട്ട് ഓഫ് കുറയുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ടഫസ്റ്റ് സോണായിട്ട് ഞാൻ കരുതുന്ന ഈ 5 സോൺസ് ആണ്. ഏറ്റവും ടഫസ്റ്റ് സോൺ എന്ന് ഞാൻ വീണ്ടും കരുതുന്നത് ട്രിവാൻഡ്രത്തെ തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ പൊസിഷനിൽ ഞാൻ ട്രിവാൻഡ്രത്തെ തന്നെ പറയുന്നുള്ളൂ. ട്രിവാൻഡ്രം സോൺ തന്നെയാണ് ഏറ്റവും ടഫസ്റ്റ് എന്ന് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലോ അതിനു മുമ്പുള്ള എല്ലാ ഒബ്സർവേഷൻ നോക്കിയാലും ട്രിവാൻഡ്രത്ത് വേക്കൻസി കുറച്ച് കുറവാണ് എന്നിരുന്ന ഫാക്ടർ മാത്രമല്ല, ഇവിടെ വളരെ ഹൈ കോമ്പറ്റീഷനാണ് ട്രിവാൻഡ്രത്ത് എല്ലാ എക്സാംസിനും സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പലരും ഈ ഒരു സോണിൽ തന്നെ എഴുതി എക്സാം ക്ലിയർ ചെയ്യാൻ നോക്കാറുണ്ട്. ഈ ഒരു സോണ് ട്രിവാൻഡ്രം സോണിൽ ടഫസ്റ്റ് സോണാണെന്ന് പറയുമ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കുറച്ച് നാളുകളായിട്ട് എക്സാമിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം സോണിൽ തന്നെ അപ്ലൈ ചെയ്ത് ജോലി മേടിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് മറ്റു പല സംശയമുണ്ട് ഇതിനെ നിങ്ങൾക്ക്. അതായത് വേറൊരു സോണിൽ ജോലി മേടിച്ചാൽ ട്രാൻസ്ഫർ കിട്ടുമോ, അല്ലെങ്കിൽ എപ്പോഴാണ് ട്രാൻസ്ഫർ കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംശയമുള്ള ഒരുപാട് പേരുണ്ട്. അതിനെല്ലാം ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം സോൺ ടഫസ്റ്റ് സോണാണെന്ന് കരുതുന്നു. പാറ്റ്ന ടഫ് സോൺ തന്നെയാണ് കരുതപ്പെടുന്നത്. ലാസ്റ്റ് വട്ടം വേക്കൻസീസ് കൂടുതലുണ്ടായിരുന്നു, എന്നിട്ടും കട്ട് ഓഫ് അവിടെ കുറച്ച് കൂടുതൽ വന്നു. ഈ വട്ടം വീണ്ടും വേക്കൻസീസും കുറവാണ്. സോ അതുകൊണ്ട് ടഫസ്റ്റ് സോണായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. നെക്സ്റ്റ് ചണ്ഡീഗഡ്, ഇത് ടഫസ്റ്റ് സോണിൻ്റെ കൂട്ടത്തിൽ പറയുന്നു. പിന്നെ അജ്മീർ നോർമലി ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ളതും ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നതായിട്ടുള്ള സോണാണ്. സോ വേക്കൻസീസ് നമ്പർ കൺസിഡർ ചെയ്താൽ പോലും ഇവിടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. ലാസ്റ്റ് സെക്കന്ദരാബാദ്. ഇത്രയും കാര്യങ്ങൾ, ഈ 5 സോൺസ് ആ ടഫസ്റ്റ് സോണായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. ടഫ് സോൺ എന്ന് പറയുമ്പോൾ ഇത് ക്ലിയർലി ഈ സോണുകളിൽ മാത്രമായിരിക്കും ഹൈ കട്ട് ഓഫ് എന്നല്ല പറയുന്നത്. സാധ്യത ഇത് പല കാര്യങ്ങളും വെച്ചിട്ട് ലാസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വെച്ചിട്ടും വേക്കൻസീസ് വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 5 സോണുകൾ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. അതായത് വലിയ കോൺഫിഡൻസ് ഇല്ലാത്തവർ, ഒരുപാട് നന്നായിട്ട് പഠിച്ചിട്ടില്ല, എനിക്ക് ഉറപ്പില്ല, ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയാണ് ഈ ടഫസ്റ്റ് സോണിനെ പറ്റിയൊക്കെ പറയുന്നത്. അല്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ, ജോബ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കി അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ട്രിവാൻഡ്രം തന്നെ ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്ത് എക്സാം എഴുതി പോവാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, ടഫസ്റ്റ് സോണിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സേഫസ്റ്റ് സോണെന്ന് കരുതപ്പെടുന്ന, സേഫസ്റ്റ് സോണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന RRBs ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 5 ഇവിടെ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ഈ 5 ഒന്നാം പൊസിഷൻ ഇവിടെ മുംബൈ സോൺ കൺസിഡർ ചെയ്യാം. കാരണം ഇപ്രാവശ്യം വേക്കൻസീസും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നോർമൽ ആവറേജ് ലെവൽ വേക്കൻസീസ് ഉണ്ട്. സോ ഇവിടെ അത്യാവശ്യം സേഫ് സോൺ എന്ന് തന്നെ കരുതാൻ പറ്റുന്നതാണ്. 2 കൊൽക്കത്തയും വേക്കൻസീസ് ഉണ്ട്. ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പൊസിഷനിൽ തന്നെയാണ്, ആദ്യത്തെ 4-5 പൊസിഷനിൽ തന്നെ കൊൽക്കത്ത സോണും വരുന്നുണ്ട്. അപ്പം മുംബൈ, കൊൽക്കത്ത അത്യാവശ്യം വേക്കൻസീസും ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് സേഫ് സോണായിട്ട് കരുതാൻ പറ്റും. ഇനി സിൽഗുരി, എന്തുകൊണ്ടാണ് ഞാൻ സിൽഗുരി പറഞ്ഞതെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വേക്കൻസീസ് വളരെ കുറവാണ് സിൽഗുരി. അപ്പോൾ സിൽഗുരി നോർമലി ചില സോണുകൾ ആളുകൾ പ്രിഫർ ചെയ്യില്ല. വേക്കൻസീസ് കുറവാണെങ്കിൽ പോലും അവിടെ കട്ട് ഓഫും കുറവായിരിക്കും, അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ള സോണുകളല്ല. അതുകൊണ്ടാണ് സിൽഗുരി സേഫ് സോൺ എന്ന് കരുതപ്പെടുന്നു എന്ന് പറഞ്ഞു. സിൽഗുരിയിൽ നോർമലി കട്ട് ഓഫ് വളരെ കുറവായിരിക്കും, വേക്കൻസി കുറവാണെങ്കിൽ പോലും. അടുത്തത് ബാംഗ്ലൂർ, 4ാമത്തത് പറഞ്ഞത് ബാംഗ്ലൂർ, 5ാമത്തത് 5th വൺ ബിലാസ്പൂർ. ഈ 5 സോണുകളാണ് സേഫ് സോൺ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, പല ഒബ്സർവേഷൻസ് വെച്ചിട്ട് സേഫ് സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 5 സോണുകളാണ് ഞാൻ പറഞ്ഞത്. 1 മുംബൈ, 2 കൊൽക്കത്ത, 3 സിൽഗുരി, 4 ബാംഗ്ലൂർ, 5 ബിലാസ്പൂർ. ഇങ്ങനെ 5 സോണുകളാണ് ഞാൻ സേഫ് സോൺ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സംശയമുള്ളവർ, കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 5 സോൺസ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സജഷൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞതും കൺസിഡർ ചെയ്തുകൊണ്ട് കുറേ ആളുകൾ ഇതിനെ ബേസ് ചെയ്ത ആപ്ലിക്കേഷൻസും വരും. പല പല ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ 5 സോണൊക്കെ പ്രിഫർ ചെയ്യാൻ കുറേ ആൾക്കാരെങ്കിലും ട്രൈ ചെയ്യും.
ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഫൈനൽ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഫൈനൽ കട്ട് ഓഫ് ഒരിക്കലും ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിനോ ബേസ് ചെയ്തായിരിക്കില്ല. കാരണം എക്സാം പോലും നടന്നിട്ടില്ല, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ്, ക്ലിയർ കട്ടായിട്ട് പറയുന്നൊരു കാര്യമല്ല. പഴയ പല കാര്യങ്ങളെയും പഴയ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഈ സോണുകൾ സേഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സോണുകളിൽ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റഡ് ആയി എന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് RRB എക്സാംസിനെ പറ്റി ഉണ്ടെന്നറിയാം. അവർക്ക് വേണ്ടി ഇനിയും സീരീസ് ഓഫ് വീഡിയോസ് വരുന്നുണ്ട്. വേക്കൻസീസിനെ പറ്റിയുള്ള ചില അപ്ഡേറ്റുകൾ, അല്ലെങ്കിൽ എത്ര വേക്കൻസീസ് കറൻ്റ്ലി ഉണ്ട്. ഇനിയും അതുപോലെ കുറേ പേരുടെ സംശയമാണ് ട്രാൻസ്ഫർ കിട്ടുമോ, മറ്റൊരു RRBയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം നമ്മുടെ കേരളത്തിലോട്ട് ട്രാൻസ്ഫർ കിട്ടി വരാൻ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സായ കൊട്ടാരക്കരയിലും ട്രിവാൻഡ്രത്തും കോഴിക്കോട് 3 ബ്രാഞ്ചുകളിലും പുതിയ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് തന്നെ ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ജനുവരി 29 തന്നെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ ഫെബ്രുവരി 5 അതുപോലെ കാലിക്കറ്റ് ഫെബ്രുവരി 7. അപ്പോൾ ക്ലിയർലി ഈ വർഷം പഠിച്ചൊരു ജോലി മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം. കാരണം പറയട്ടെ, RRB ALP എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ALPയുടെ ടയർ 1നും ടയർ 2നും വേണ്ട കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ഇതിൽ നോൺ ടെക്നിക്കൽ പാർട്ടും പിന്നെ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ട് ടയർ 2ൽ വരുന്ന ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും സയൻസും ഇതൊക്കെയാണ് കൺസിഡർ ചെയ്ത് വരുന്നത്, മെയിൻ ആയിട്ട് വരുന്നത്. ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ സിലബസുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ബ്രാഞ്ചുകളിൽ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ എടുത്തിട്ടോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.